വെൽക്കം ടു ഇസു മാത്ത് അക്കാദമി. ഇസു മാത്ത് അക്കാദമിയിലെ ഇന്നത്തെ വീഡിയോ ലെക്ചറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മുമ്പ് ചെയ്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ രണ്ടെണ്ണം നമ്മൾ പെട്ടെന്ന് സോൾവ് ചെയ്തു. അതിനുശേഷം നമ്മൾ കമ്പനി ബോർഡ് എക്സാമിന്റെ 2013 ക്വസ്റ്റ്യൻ പേപ്പറും പെട്ടെന്ന് സോൾവ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടാക്കി. അതിന് നല്ലൊരു റെസ്പോൺസ് ആണ് നമുക്ക് ലഭിച്ചത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ സോൾവ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇത് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഡിഫറെന്റ് ടോപ്പിക്സ്, ഇപ്പോൾ 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മിക്കവാറും അത് 10 ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻസിലെല്ലാം നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് പഠിപ്പിച്ചു തരാമെന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്ന ഒരു രീതി തുടർന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2015 അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാം അല്ലെങ്കിൽ കമ്പനി ബോർഡിന്റെ 2015 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യുന്നത്. ഇതിൽ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയ, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ടോപ്പിക്സിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സോൾവ് ചെയ്യുമ്പോൾ ഇതിലും എങ്ങനെ നമ്മുടെ 5 സെക്കൻഡ് സോൾവിങ് മെത്തേഡ് എങ്ങനെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് ഏത് മെത്തേഡ് വഴി സോൾവ് ചെയ്താലാണ് പെട്ടെന്ന് ആൻസർ കിട്ടുക, ലോജിക്കലായിട്ട് എങ്ങനെ മൂവ് ചെയ്യാം എന്നത്തെ ഐഡിയാസ് ഒക്കെ കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗിലേക്ക് കടക്കാണ്. സോ വെൽക്കം അഗൈൻ ടു അവർ ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഓൾസോ. വി ആർ മൂവിംഗ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2015 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നമ്പർ 1 ഡിവൈഡഡ് ബൈ 119 leaves 19 as remainder. If the same number is divided by 17, the remainder obtained is. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നമ്പറിനെ 119 ഡിവൈഡ് ചെയ്യാണ്. 119 ഒരു ഏതെങ്കിലും ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 19 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സെയിം നമ്പറിനെ നമ്മൾ 17 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും റിമൈൻഡർ എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ കിട്ടിയ 119 കിട്ടിയ റിമൈൻഡർ ഇല്ല, ആ റിമൈൻഡറിനെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് റിമൈൻഡർ എത്രയാണെന്നാണ് അറിയേണ്ടത്. ആ നമ്പറിനെ ഡിവൈഡ്, അതായത് 19 നമ്മൾ 17 തൊട്ട് ഡിവൈഡ് ചെയ്യാം. 19 17 ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം റിമൈൻഡർ 2 ആയിരിക്കും. റിമൈൻഡർ 2. ദാറ്റ് ഈസ് ദ ആൻസർ ഫോർ അവർ ക്വസ്റ്റ്യൻ ഓൾസോ. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. എത്ര പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാം. ഈ 119 ഇതിൽ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. റിമൈൻഡർ 19 ആണ്. ആ 19 നമ്മൾ 17 ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് റിമൈൻഡർ എത്ര നോക്കുക, അതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ. സോ ആൻസർ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 2, ഓപ്ഷൻ എ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ട്രാഫിക് ലൈറ്റ്സ് അറ്റ് 3 ഡിഫറെന്റ് റോഡ് ക്രോസിംഗ്സ് ചേഞ്ച് ആഫ്റ്റർ എവറി 48 seconds, 72 seconds and 108 seconds respectively. They all change simultaneously at 6, 10, 00 hours. Then they will again change simultaneously at, അതായത് ഈ സമയത്ത് ഒരു ട്രാഫിക് ലൈറ്റ് 3 ട്രാഫിക് ലൈറ്റും കൂടെ ഒപ്പം ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ പിന്നെ 48 സെക്കൻഡ്, 72 സെക്കൻഡ്, 108 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് ചേഞ്ച് ചെയ്യാറ്. അപ്പോൾ ഇതെല്ലാം ഒപ്പം ചേഞ്ച് ചെയ്യുന്ന സമയം എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞാൻ മുമ്പ് വേറെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ. അതായത് അതിലൊരു ആള് വട്ടത്തിൽ റൗണ്ടിൽ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ കാണേണ്ടത് 3 ഡിഫറെന്റ് ഇന്റർവെൽസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഇന്റർവെല്ലിന്റെ LCM ആണ് കാണേണ്ടത്. LCM ആയിരിക്കും ആ ക്വസ്റ്റ്യന്റെ ഉത്തരം. അപ്പോൾ നമ്മൾ ഈ 3 നമ്പേഴ്സിന്റെ LCM കണ്ടിട്ട് അതിനെ പിന്നെ 60 ആയിട്ട് ഡിവൈഡ് ചെയ്ത് സെക്കൻഡ് ആക്കി. സെക്കൻഡിലാണ് ഇത് തന്നിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ള ടൈം ഇങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് സ്റ്റെപ്പുകൾ നമുക്ക് വേസ്റ്റ് ആവും, ടൈം നമ്മുടെ ഒരുപാട്. ഈ പ്രോബ്ലം മിക്കവാറും 2015 മിക്ക ആളുകളും ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. മിക്കവാറും ആൾക്കാർ ഇത് വിട്ടിട്ടുണ്ടാവും. ഇതിന്റെ ആ ലെവലും ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ പേടിച്ചിട്ട് കുറെ പേര് വിട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതല്ല ചെയ്യുന്നത് ഇവിടെ. നമ്മളിവിടെ ഇത് എത്ര പെട്ടെന്ന്, ഞാൻ മുമ്പ് പറഞ്ഞു, ക്വസ്റ്റ്യൻ ലോങ് ആണെങ്കിൽ ആൻസർ വളരെ ഷോർട്ട് ആയിരിക്കും, സ്റ്റെപ്സും വളരെ ഷോർട്ട് ആയിരിക്കും. അതിനുള്ള മെത്തേഡ് നമുക്ക് അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ മെത്തേഡ് നമ്മൾ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നത് ആ മെത്തേഡിലായിരിക്കും നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുക. നമ്മൾ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഇതിന്റെ LCM എടുത്തു, അതിനെ സെക്കൻഡ് ആക്കി മാറ്റി, പിന്നെ അത് ആ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം പോകും. നമുക്കിത് ചിലപ്പോൾ ഉത്തരം കിട്ടിയില്ല എന്ന് വരും. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നോക്കുക, 48, 72, 108. നമ്മുടെ ഡിവിസിബിലിറ്റിയുടെ ഒരു ക്ലാസ് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഡിവിസിബിലിറ്റിയുടെ ക്ലാസ് കറക്റ്റായിട്ട് നോട്ടീസ് ചെയ്തവർക്ക് മനസ്സിലാവും. ഈ 3 നമ്പേഴ്സും 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പം മിക്ക LCM HCF ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിവിസിബിലിറ്റി റൂൾ അപ്ലൈ ചെയ്യാണ് ചെയ്യുക. അങ്ങനെയാണ് പെട്ടെന്ന് സോൾവ് ചെയ്യുക. അപ്പോൾ ഈ 3 നമ്പേഴ്സും 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇതും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇതിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഉത്തരം, അതായത് LCM നമ്മൾ കാണുന്ന ആ LCM എന്തായാലും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആയിരിക്കും. LCM പ്രോബ്ലംസിൽ നമ്മൾ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കാണിത്. അപ്പോൾ
3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും സമയം ഇതിലുണ്ടോ എന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം എല്ലാം 6:17 ആണ്. അപ്പൊ ആ 17 എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഈ സെക്കൻഡ്സ് മാത്രം നോക്കുക. ഈ 17നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇല്ല, പറ്റില്ല. 10നെ പറ്റില്ല, 3 കൊണ്ട് ഡിവിസിബിൾ അല്ല. ഇവിടെ 12നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു ഓപ്ഷൻ കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്യാണ്. 22നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ അവർ ആൻസർ വിൽ ബി 6, 17, 12. ഈ ടൈമിലായിരിക്കും അടുത്ത ട്രാഫിക് ലൈറ്റ് സൈമിൾട്ടേനിയസ് ലൈറ്റ് ചെയ്യുന്ന ടൈം ഇതായിരിക്കും. ബിക്കോസ് ദിസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഓൾ അവർ നമ്പേഴ്സ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 3. അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് സോൾവ് ചെയ്യുക. കണ്ടില്ല, നമ്മൾ LCM പോലും കണ്ടിട്ടില്ല ഇവിടെ. നമ്മൾ ഡയറക്റ്റ് ഓപ്ഷൻസ് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് അവർ റൈറ്റ് ആൻസർ, ഓപ്ഷൻ സി. അപ്പൊ ഈ മെത്തേഡ്സ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായില്ല. അതായത് ഡിവിസിബിലിറ്റി റൂൾസ് വെച്ചിട്ട് LCM എങ്ങനെ പെട്ടെന്ന് കണ്ടെത്താമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസിലും ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഡിവിസിബിലിറ്റി വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിട്ട് അതിൽ നിന്ന് 3ന്റെയും 9ന്റെയും ഡിവിസിബിലിറ്റി റൂൾസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അത് LCM ക്വസ്റ്റ്യൻസിൽ എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ മിക്സ്ചർ കണ്ടെയ്ൻസ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 4:3. 4:3 റേഷ്യോയിൽ ആൽക്കഹോളും ഉണ്ട് വാട്ടറും ഉണ്ട്. If 5 liters of water is added to the mixture, the ratio becomes 4:5. 4:5 ആയി മാറും. Find the quantity of alcohol in the given mixture. അതായത് ഇത് ആൽക്കഹോൾ ആണ്, ഇത് വാട്ടർ ആണ്. 4:3 റേഷ്യോയിലാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ആൽക്കഹോളിന്റെ റേഷ്യോ മാറുന്നില്ല. 4 ഉള്ളത് 4 ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇതിൽ നിന്ന് തന്നെ സോൾവ് ചെയ്യാം. ഇത് മാറുന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും. ആൽക്കഹോളിന്റെ റേഷ്യോ മാറാത്തത് കൊണ്ട് ഇവിടെ നമ്മൾ ആഡ് ചെയ്തത് 5 liters ആണ്. 5 liters എന്നുള്ളത് 2 units. അതായത് വാട്ടറിന്റെ റേഷ്യോ 3 ഉള്ളത് 5 ആയി. അവിടെ 2 units ഇൻക്രീസ് ആണ് ഉള്ളത്. ആ 2 units എന്ന് പറഞ്ഞാൽ 5 liters ആണെന്ന് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ആൽക്കഹോൾ ആണ് ഉള്ളത് എന്നാണ്. 2 units 5 liters ആണെങ്കിൽ നമുക്കറിയാം ഒരു യൂണിറ്റ് 2.5 ആയിരിക്കും. അത് ചെയ്യേണ്ട ആവശ്യമില്ല. 2 units 5 liters ആണെങ്കിൽ നമ്മൾ ആൽക്കഹോളിന്റെ ഇവിടുത്തെ യൂണിറ്റ്സ് നോക്കുക. 4 units ആണ്. 2 units 5 ആണെങ്കിൽ 4 units will be 10 liters. The answer is 10 liters. Option B is our right answer. നമ്മുടെ റേഷ്യോയുടെ പ്രോബ്ലംസ് നമുക്ക് വളരെ പെട്ടെന്ന് ഈ യൂണിറ്റ്സ് ഐഡിയ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. See how easily we solve. 2 units 5 liters ആണ്. So for 10 liters is our right answer for alcohol, the quantity of alcohol. നാലാമത്തെ ക്വസ്റ്റ്യൻ, if the volume of a sphere is divided by its surface area, the result is 30 centimeter. അങ്ങനെയാണെങ്കിൽ the radius of this sphere is, this സ്ഫിയറിന്റെ വോളിയം സർഫസ് ഏരിയ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നമുക്ക് എന്തായാലും സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് അറിയണം, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. വോളിയത്തിന്റെ ഇക്വേഷൻ അറിയണം. സ്ഫിയറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം 4/3 pi r ക്യൂബ് ആണ്. വോളിയം ഓഫ് സ്ഫിയർ, വോളിയം ഇതിന്റെ സർഫസ് ഏരിയ, സ്ഫിയറിന്റെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ 4 pi r square ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വോളിയം ഓഫ് എ സ്ഫിയർ അതിന്റെ സർഫസ് ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 30 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഈ റേഷ്യോ എഴുതിയാൽ തന്നെ ഇത് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇത് വെട്ടിപ്പോക്കാം. പൈയും വെട്ടി, r ക്യൂബും r സ്ക്വയറും വെട്ടി, ഇവിടെ ഒരു r ബാക്കി ഉണ്ടാവും. ഈ 4ഉം 4ഉം വെട്ടി, ഈ by3 ഉള്ളത് ഇത് താഴോട്ട് വരും. സോ ദ ഇക്വേഷൻ വിൽ ബിക്കം r/3 = 30 സെന്റിമീറ്റർ. r ഇവിടുത്തെ റേഡിയസ് ആണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. r/3 = 30 ആണെങ്കിൽ ഈ 3 അപ്പുറത്തേക്ക് പോകും. 3 = 30 × 3, r = 30 × 3, 90 സെന്റിമീറ്റർ വിൽ ബി അവർ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് അവർ റൈറ്റ് ആൻസർ. അപ്പൊ ഇതൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. നമ്മൾ ഇതിന്റെ ഡിവൈഡ് ചെയ്തിട്ടു 30 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് 90 ആയിരിക്കും. നമ്മൾ ക്വസ്റ്റ്യനിൽ സോൾവ് ചെയ്ത് എടുത്തിരിക്കും. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 2015 അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. A and B can do a piece of work in 72 days. B and C can do it in 120 days. A and C can do it in 90 days. When A, B and C work together, how much work is finished by them in 3 days? ടൈം ആൻഡ് വർക്ക് പ്രോബ്ലംസ് ആണ്. നമ്മൾ മുമ്പത്തെ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിൽ ടൈം ആൻഡ് വർക്ക് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത മെത്തേഡ് LCM വേ ആയിരുന്നു. ആ മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെയും സോൾവ് ചെയ്യുന്നത്. അതായത് ടോട്ടൽ വർക്ക് ഈ ഇതിന്റെയും LCM ആയിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. സോ A + B 72 ആണ് തന്നിട്ടുണ്ട്. ഇത് 120 ആണെന്നും തന്നിട്ടുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് 90 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മൂന്നിന്റെ LCM കാണാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഇതിന്റെ മൾട്ടിപ്പിൾസ് എടുത്ത്, അതായത് ഹയസ്റ്റ് നമ്പറിന്റെ മൾട്ടിപ്പിൾസ് എടുത്ത് നോക്കുക. 240 90 കൊണ്ട് ഡിവൈഡ് ആവില്ല. അപ്പൊ 240 അല്ല. അപ്പം 120ന്റെ അടുത്ത മൾട്ടിപ്പിൾ എടുത്ത് നോക്കുക. 240 അല്ലാന്ന് കിട്ടി.
അപ്പോൾ 360 ആണ് അടുത്ത മൾട്ടിപ്പിൾ. 120ന്റെ അടുത്ത മൾട്ടിപ്പിൾ 360 ആണ്. 360 90 ഡിവൈഡ് ചെയ്യാം. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനി 72ലും കൂടെ ഡിവൈഡ് ആവും നോക്കാം. 72ലും ഡിവൈഡ് ആവും 5 ആയിരിക്കും. സോ LCM ഈസ് 360. ഇതാണ് നമ്മുടെ ടോട്ടൽ വർക്ക് ആയിട്ട് നമ്മൾ LCM എടുക്കുകയാണ്. ഇത് ടോട്ടൽ വർക്ക് ആണ്. സോ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിന്റെ എഫിഷ്യൻസി കണ്ടെത്തുകയാണ്. 360 ഡിവൈഡഡ് ബൈ 72 നമുക്കറിയാം 5 ആണ്. ഇവിടെ 3 കിട്ടും, ഇവിടെ 4 കിട്ടും. സോ ഈ മൂന്നെണ്ണത്തിന്റെയും ടോട്ടൽ എഫിഷ്യൻസി അതായത് ഇവിടെ ഒരു A ഉണ്ട്, ഇവിടെ ഒരു A ഉണ്ട്, 2 B ഉണ്ട്, 2 B C ഉണ്ട്. സോ ടോട്ടൽ എഫിഷ്യൻസി വിൽ ബി 2 into A plus B plus C യുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 5 plus 3 plus 4 അതായത് 12 ആയിരിക്കും ടോട്ടൽ എഫിഷ്യൻസി. നമുക്ക് വേണ്ടത് A plus B plus C യുടെ എഫിഷ്യൻസി ആണ്. സോ A plus B plus C യുടെ എഫിഷ്യൻസി നമുക്കറിയാം 12/2 6 ആയിരിക്കും. നമ്മുടെ ടോട്ടൽ വർക്ക് ഇവിടെ കിട്ടി 360 ആണെന്ന് നമുക്ക് LCM എടുത്തപ്പോൾ കിട്ടി. അപ്പോൾ ഇനി എത്ര ഡേയ്സ് ഓഫ് വർക്ക് വേണ്ടി വരുമെന്ന് നോക്കാം. ഇവിടെ എഫിഷ്യൻസി A plus B plus C യുടെ എഫിഷ്യൻസി കിട്ടിയിട്ടുണ്ട്. A plus B plus C യുടെ എഫിഷ്യൻസി കിട്ടിക്കഴിഞ്ഞാൽ 360 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 60 ഡേയ്സ് ആണ് ടോട്ടൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഇവർക്ക് ആവശ്യം. 3 പേരും ഒപ്പം വർക്ക് ചെയ്യുകയാണെങ്കിൽ 60 ഡേയ്സ് വേണ്ടി വരും. ഇനി ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 3 ഡേയ്സ് ഇവർ വർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വർക്കിന്റെ എത്ര ശതമാനം ഫ്രാക്ഷൻ എത്ര ഇവർ ചെയ്തു 3 ദിവസം ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അത് കാണാൻ വളരെ എളുപ്പമാണ്. ടോട്ടൽ വർക്ക് 60 ആണെങ്കിൽ എത്ര ഫ്രാക്ഷൻ ചെയ്തു എന്നറിയാം. 3/60 ആണ്. 3/60 ചെറുതാക്കാം. ഇവിടെ 1 കൊണ്ട് 1/20 and our answer will be D. Option D will be our right answer. 1/20 ആണ് നമ്മുടെ ആൻസർ. നമ്മൾ ഇങ്ങനെ കണ്ടു, LCM കണ്ടു, A plus B plus C യുടെ എഫിഷ്യൻസി കണ്ടു. എന്നിട്ട് ടോട്ടൽ വർക്ക് 360 ആണെങ്കിൽ 60 ഡേയ്സ് കൊണ്ട് ഇവർ ഈ വർക്ക് ഫിനിഷ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 3 ഡേയ്സ് ഈ വർക്കിന്റെ ടോട്ടൽ എത്ര ഫ്രാക്ഷൻ ആണെന്ന് കാണാൻ വേണ്ടിയിട്ട് 3/60 കണ്ടെത്തി. 3/60 എന്ന് പറഞ്ഞാൽ 1/20 ആണ്. സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ D, 1/20. So ആറാമത്തെ ക്വസ്റ്റ്യൻ, ഗോകുൽ took a certain amount as a loan from a bank at the rate of 8% simple interest and he gave the same amount to Alok at a rate of 12% per annum. If at the end of 12 years he made a profit of rupees 480 in the deal, what was the original amount? ഞാൻ പറഞ്ഞു ലോങ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഡാറ്റാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്നു ഇത് ഭയങ്കര ടഫായ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഇത് സ്കിപ്പ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഏറ്റവും സിമ്പിൾ. ഞാൻ മുമ്പും പറഞ്ഞു. സോ ഇത് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഒരു വീഡിയോ ഉണ്ട്. അത് കറക്റ്റായി മനസ്സിലായവർക്ക് ഇത് എങ്ങനെ ചെയ്യണമെന്ന് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ അത് മനസ്സിലാവാത്തവർ ആ വീഡിയോ ഒന്നും കൂടെ കാണുക. എന്നിട്ട് ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കിയ ശേഷം ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം 8% ആയിരുന്നു, 8% പലിശയിലാണ് ലോൺ എടുത്തത്. അപ്പോൾ ഒരു ഇയറിൽ 8% പലിശ ഉണ്ടായിരുന്നു. അതേ സംഭവം തന്നെ 12% പലിശയിൽ വേറൊരാൾക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ ഇയാൾക്ക് ഉണ്ടായ ഡിഫറൻസ് 4% ആണ്. 4% ഇവിടെ ലാഭം പോലെ കിട്ടി, അതായത് 4% എക്സ്ട്രാ കിട്ടി. അങ്ങനെ 12 ഇയേഴ്സ് ഇയാൾ ഇത് ചെയ്തു. 12 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം പലിശ കോൺസ്റ്റന്റ് ആയിരിക്കും, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. 12 into 4% will be 48%. 48% ആണ് ഇപ്പോൾ ഇയാളുടെ കയ്യിലുള്ളത് പലിശ ആയിട്ടുള്ളത്. അപ്പോൾ ആ 48% ഇത്രയാണെന്ന് തന്നിട്ടുണ്ട്, 480 ആണ്. ലാഭം ഇയാൾക്ക് കിട്ടിയത് 480 ആണെന്ന് കണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സിമ്പിൾ ഇൻട്രസ്റ്റിലെ പ്രോബ്ലംസിൽ നമുക്കറിയാം 100% ആയിരിക്കും എപ്പോഴും നമ്മുടെ പ്രിൻസിപ്പിൾ. അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 48% 480 ആണെങ്കിൽ 1% 10 ആയിരിക്കും. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ 48 ആകുമ്പോൾ ഇവിടെ ഒരു 0 കൂടി. അപ്പോൾ 100% ആകുമ്പോൾ ഇവിടെ 100ന് ഒരു 0 കൂടും. അവർ ആൻസർ വിൽ ബി 1000. ഓപ്ഷൻ ബി ഈസ് അവർ റൈറ്റ് ആൻസർ. See how easily we solve this problem. നമ്മൾ പെർസെൻറ്റേജിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. നമ്മളിങ്ങനെ സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമൊന്നും വരില്ല. നമ്മളെ ക്ലിയർ ആയി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, there are two towns A and B. Raju goes from A to B. A, B എന്ന് പറഞ്ഞ രണ്ട് ടൗൺസ് ഉണ്ട്. രാജു A നിന്ന് ബിയിലേക്ക് 40 km സ്പീഡിൽ പോയി. goes from A to B at 40 km/h and comes back to the starting point at 60 km/h. What is his average speed during the whole journey? അതായത് ഇങ്ങോട്ട് 40 km സ്പീഡിൽ പോയി, ഇങ്ങോട്ട് 60 km സ്പീഡിലും പോയി. ഈ ഡിസ്റ്റൻസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ഡിസ്റ്റൻസ് സെയിം ആയിട്ട് രണ്ട് സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വരുന്ന പ്രോബ്ലംസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദി ഇക്വേഷൻ ഈസ് ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോയ സ്പീഡ് A ആണ്, ഇങ്ങോട്ട് വന്ന സ്പീഡ് B ആണെങ്കിൽ ദ ഇക്വേഷൻ ഈസ് 2 into A into B plus A plus B. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആവറേജ് സ്പീഡ് കിട്ടും. നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. 2 into 40 into 60. അങ്ങോട്ട് 40ലാണ് പോയത്, ഇങ്ങോട്ട് 60ലാണ് വന്നത്. 40 plus 60 100 ആണ്. ഇതിൽ കാര്യമായിട്ട് ചെയ്യാനൊന്നുമില്ല. 0 ക്യാൻസൽ ചെയ്തു. 2 into 4 8, 8 into 6 48 km/h is our speed and the option is A. Option A is our right answer. 48 km/h നമുക്ക് കിട്ടി.
ആവറേജ് സ്പീഡിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പഠിച്ചാൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആണ്. ഇതിൽ വേറെ ഷോർട്ട് ട്രിക്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്ന പ്രോബ്ലം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, എ ഫാദർ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് ഹിസ് സൺ. 12 years ago the age of the father was 12 times the age of the son. The present age of the father is എന്താണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു ഫാദർ ഉണ്ട്, his age is twice, 2 times, ഇപ്പോൾ 2 ടൈംസ് ആണ്. 20 കൊല്ലം മുന്നേ, 20 years ago. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിച്ചാലും നിങ്ങൾ പഠിപ്പിച്ച മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫാദറിന്റെ ഏജ് എക്സ് ആയിട്ട് എടുക്കും, സണ്ണിന്റെ ഏജ് വൈ ആയിട്ട് എടുക്കും, എന്നിട്ട് അത് തമ്മിൽ 2 ഇക്വേഷൻസ് ഉണ്ടാക്കും, അത് സോൾവ് ചെയ്യും. അങ്ങനെ സോൾവ് ചെയ്ത് കുറേ സ്റ്റെപ്പുകൾ ഉണ്ടാവും. അതിപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ പഠിച്ചതാണെങ്കിലും ആ സ്റ്റെപ്പ് തന്നെ ആയിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. So we are not going to teach that same old traditional tricks. We are going to apply a new tricks of how to solve these questions as quick as possible. നമ്മൾ ഈ ക്വസ്റ്റ്യൻ എത്രയും പെട്ടെന്ന് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു മെത്തേഡാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 12 years ago ഫാദറിന്റെ ഏജ് 12 ടൈംസ് ആയിരിക്കും സണ്ണിന്റെ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 20 കൊല്ലം മുന്നേ ഒരു 12ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പർ ആയിരിക്കും ഫാദറിന്റെ ഏജ് 20 കൊല്ലം മുന്നേ. അപ്പം 20 കൊല്ലം മുന്നേ എങ്ങനെ ആയിരിക്കും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഓപ്ഷൻസിലേക്ക് പോകണം. ഓപ്ഷൻസിലെല്ലാം 20 കുറച്ച് നോക്കാം. സോ ഇതിൽ നിന്ന് 20 കുറച്ചു 12 ഇയേഴ്സ്, ഇതിൽ നിന്ന് 20 കുറച്ചു 14 ഇയേഴ്സ്, ഇതിൽ നിന്ന് 20 കുറച്ചു 2 ഇയേഴ്സ്, ഇതിൽ നിന്ന് 20 കുറച്ചു 24 ഇയേഴ്സ്. അപ്പൊ ഇതിൽ 12ന്റെ മൾട്ടിപ്പിൾസ് അല്ലാത്ത നമ്പേഴ്സ് എല്ലാം നമുക്ക് ഇപ്പോൾ തന്നെ അവോയ്ഡ് ചെയ്യാം. ഇത് രണ്ടും 12ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ വി ആർ ക്രോസിങ് ഔട്ട് ദീസ് 2 ഓപ്ഷൻസ്. അപ്പൊ ഇനി 2 ഓപ്ഷനെ നമുക്ക് ബാക്കിയുള്ളൂ. ഇനി അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അതായത് ഇതിനോട് 20, ഇപ്പം 32 ആണെങ്കിൽ 32 20 കൊല്ലം മുന്നേ 12 ആണ്. ഓക്കെ, അപ്പോൾ ആ 12 ആവുന്ന സമയത്ത് 12 ടൈംസ് സണ്ണിന്റെ ഏജ് ഇതിന്റെ ഡിവൈഡഡ് ബൈ 12 ആയിരിക്കും. അതായത് 12 ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് സണ്ണിന്റെ ഏജ് 1 ഇയേഴ്സ് ആണ്, 1 ഇയർ. ഇത് ഫാദറിന്റെ ഏജ്, ഇത് സണ്ണിന്റെ ഏജ് 12. ഓക്കെ, അപ്പൊ ഇനി ഇതിനോട് 20 കൂട്ടി നോക്കാം. +20, ഇവിടെയും +20 ചെയ്തു. അപ്പോൾ ഇവിടെ 21 ഇയേഴ്സ് എന്ന് കിട്ടി, 21 ഇയേഴ്സ്, ഇവിടെ കിട്ടി 32 ഇയേഴ്സ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന കണ്ടീഷൻസ് ആ 20 ഇയേഴ്സ് കൂട്ടുമ്പോൾ 2 ടൈംസ് ആണ്. ആ കണ്ടീഷൻ അങ്ങനെയാണ് തന്നിട്ടുള്ളത്. പക്ഷേ 21 ഇയേഴ്സ് 32 ഇയേഴ്സിന്റെ 2 ടൈംസ് അല്ല. അപ്പോൾ ആ ഓപ്ഷനും നമുക്ക് ക്രോസ് ഔട്ട് ചെയ്യാം, അതും ആ ഓപ്ഷനും റൈറ്റ് അല്ല. സോ ഇനി ഒരു ഓപ്ഷനേ ഉള്ളൂ, 44 ഇയേഴ്സ്. സോ ഇറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. നമ്മൾ ഇത് വേണമെങ്കിൽ ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. 20 കൊല്ലം മുന്നേ 24, അപ്പോൾ സണ്ണിന്റെ ഏജ് ഡിവൈഡഡ് ബൈ 12 ആയിരിക്കും. സോ സണ്ണിന്റെ ഏജ് ആ സമയത്ത് 2 ഇയേഴ്സ് ആണ്. ഫാദറിന്റെ ഏജ് ആ സമയത്ത് 24ഉം 24നോട് നമ്മൾ 20 കൂട്ടി 40, 2നോട് നമ്മൾ 20 കൂട്ടി 22, 44 കിട്ടി, ഇവിടെ 22 കിട്ടി, ഇതിന്റെ ഡബിൾ ആണ് ഇത്. സോ ദാറ്റ് ഓപ്ഷൻ വാസ് റൈറ്റ്, അവർ ഗസ്സിംഗ് ഇസ് റൈറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ട് ഉത്തരം കണ്ടെത്തുന്നത്. ആ പ്രോബ്ലം നമ്മൾ അല്ലെങ്കിൽ x = 2y അല്ലെങ്കിൽ x - 20 അങ്ങനെയൊക്കെ ചെയ്തു വരികയാണെങ്കിൽ ഒരുപാട് സമയം മിസ്സാവും. സോ ദിസ് ഈസ് ഹൗ യു സോൾവ് ഏജ് പ്രോബ്ലംസ് ക്വിക്ക്ലി. ഇതിൽ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്, റേഷ്യോ വെച്ചിട്ടുള്ള. അതിപ്പോൾ തൽക്കാലം നമ്മൾ യൂസ് ചെയ്യുന്നില്ല, വേണമെങ്കിൽ നമ്മൾ ഇനി വരുന്ന പ്രോബ്ലംസിൽ ഏജിന്റെ പ്രോബ്ലംസ് വരുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്നതാണ്. അതിലും പക്ഷേ എക്സും വൈയും വെച്ചിട്ട് വാരിയബിൾ വെച്ചിട്ടുള്ള ഒരു മെത്തേഡ് നമ്മളിവിടെ പഠിപ്പിക്കുന്നില്ല. ആ മെത്തേഡ് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് പോകുന്ന ഒരു മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നിങ്ങൾ ഏത് സ്റ്റെപ്പ് വഴി പോയാലും ഉത്തരം കിട്ടിയോ എന്ന് മാത്രമേ നോക്കുള്ളൂ. നിങ്ങൾ ഏത് സ്റ്റെപ്പ് വഴി പോയി, ഞാൻ ഈ സ്റ്റെപ്പ് വഴിയാണ് ചെയ്തത് എന്നൊന്നും എക്സാമിൽ ആരും ചോദിക്കില്ല. സോ എത്ര പെട്ടെന്ന് ആൻസർ കിട്ടുന്നോ അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ആൻഡ് എ സ്ക്വയർ ഈച്ച് ഈസ് ഈക്വൽ ടു 80 centimeters and the difference of their areas is 100 square centimeters, sides of the rectangle are എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഇതാണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റ നോക്കാം. അതായത് പെരിമീറ്റർ 80 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു സ്ക്വയറും പെരിമീറ്റർ 80 ആയിട്ടുള്ള ഒരു റെക്ടാംഗിളും ഉണ്ട്. രണ്ടിന്റെയും പെരിമീറ്റർ 80 ആണ്. നമുക്കറിയാം സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. സോ ഇതിന്റെ മൊത്തം ചുറ്റളവ് 80 ആണെങ്കിൽ ഇതിന്റെ സൈഡ് നമുക്കറിയാം 80/4 will be 20 centimeter. ഇവിടെ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം ഇതിന്റെ എല്ലും ബിയും ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ റെക്ടാംഗിൾ എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ പെരിമീറ്റർ 80 ആണ്, അങ്ങനെ തന്നെ നിൽക്കട്ടെ. പിന്നെ വേറൊരു കണ്ടീഷൻ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, ഇതിന്റെ രണ്ടിന്റെയും ഏരിയന്റെ ഡിഫറൻസ് 100 സ്ക്വയർ സെന്റിമീറ്റർ ആണെന്നാണ്. അപ്പോൾ നമ്മൾ വേറെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, ഒരേ പെരിമീറ്ററിലുള്ള 2 ഷേപ്പ്, അതായത് ഇപ്പോൾ സ്ക്വയറും റെക്ടാംഗിളും ആണെങ്കിൽ എപ്പോഴും സ്ക്വയറിന്റെ ഏരിയ ആയിരിക്കും ഹയർ. അതൊരു ജനറൽ കണ്ടീഷൻ ആണ്, നമ്മൾ മനസ്സിലാക്കി വെക്കുക.
സ്ക്വയറിന്റെ ഏരിയ കാണാം, സൈഡ് നമുക്ക് ഇവിടെ കിട്ടി. അപ്പൊ സ്ക്വയറിന്റെ ഏരിയ എത്രയായിരിക്കും? സ്ക്വയറിന്റെ ഏരിയ 20 സ്ക്വയർ ആയിരിക്കും. 20 × 20 400 സെന്റിമീറ്റർ സ്ക്വയറിന്റെ ഏരിയ. അങ്ങനെയാണെങ്കിൽ തന്നിട്ടുണ്ട്, നമ്മുടെ ഡിഫറൻസ് തന്നിട്ടുണ്ട്. 400 മൈനസ് 100 ആയിരിക്കും ഇതിന്റെ ഏരിയ, റെക്ടാംഗിളിന്റെ ഏരിയ. സോ 400 മൈനസ് 100 വിൽ ബി 300 സെന്റിമീറ്റർ ആയിരിക്കും റെക്ടാംഗിളിന്റെ ഏരിയ. ഏരിയ ഓഫ് റെക്ടാംഗിൾ വിൽ ബി 300 സെന്റിമീറ്റർ. അപ്പൊ റെക്ടാംഗിളിന്റെ ഏരിയ കിട്ടിയാൽ നമുക്ക് കാണേണ്ട സൈഡ്സ് ഓഫ് ദി റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിളിന്റെ ഏരിയ നമുക്കറിയാം, ഇത് ലെങ്ത്തും ഇതും ബ്രെഡ്ത്തും ആണെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു L × B ആയിരിക്കും. നമ്മൾ ഓപ്ഷൻസിലേക്ക് നോക്കാം. ഇനി ഇതിട്ട് സോൾവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓപ്ഷൻസ് നോക്കാം. 300 കിട്ടുന്ന ഓപ്ഷൻസ് ഏതാ ഉള്ളത് നോക്കാം. 35 × 15 കിട്ടില്ല. 28 × 12 ഇതൊന്നും കിട്ടില്ല. ലാസ്റ്റ് നമുക്ക് 0 വരണം. അപ്പൊ 0 ഉള്ള ഓപ്ഷൻസ് നോക്കാം. 0 ഉള്ള ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. 300. 30 × 10 300 കിട്ടും. സോ ദിസ് ഈസ് അവർ റൈറ്റ് ആൻസർ. 30 സെന്റിമീറ്റർ ആൻഡ് 10 സെന്റിമീറ്റർ ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ പെരിമീറ്റർ, രണ്ടിന്റെയും പെരിമീറ്റർ സെയിം ആണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് സ്ക്വയറിന്റെ സൈഡ് കണ്ടെത്തി. അത് വെച്ചിട്ട് ഏരിയ കണ്ടു. നമുക്കറിയാം ഏരിയന്റെ ഡിഫറൻസ് 100 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഏരിയ 400 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഇതിന്റെ ഏരിയ 300 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ 300 എത്തുന്ന സൈഡ്സ് ഏതൊക്കെയുള്ളതെന്ന് ഓപ്ഷൻസിലേക്ക് നോക്കി. ഓപ്ഷൻ സി ടിക്ക് ചെയ്തു. That's how we solve the area problems. 2015 അസിസ്റ്റന്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ കമ്പനി ബോർഡ് എക്സാമിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു റേഷ്യോന്റെ പ്രോബ്ലം തന്നെയാണ്. 1/4 ഓഫ് രാജുസ് മണി ഈസ് ഈക്വൽ ടു 1/6 ഓഫ് രാമുസ് മണി. If both together have ₹600, then the difference between their amount എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 1/4 of Ramu is equal to 1/6 of 1/4 of Raju is equal to 1/6 of Ramu എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റ. ഇതിന്റെ രണ്ടിന്റെയും ടോട്ടൽ 600 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഇത് ഡയറക്റ്റ് റേഷ്യോ വെച്ചിട്ട് പെട്ടെന്ന് യൂണിറ്റ്സ് മെത്തേഡ്, നമ്മുടെ യൂണിറ്റ്സ് മെത്തേഡ് എപ്പോഴും ഓർക്കുക, അത് വെച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ എക്സ് വൈ ഇട്ടിട്ട് ഒരു സോൾവിങ് നമ്മളെ ഈ വീഡിയോയിൽ ഉണ്ടാവില്ല. ഇസു മാത്ത് അക്കാദമിയിൽ അങ്ങനത്തെ ഒരു സോൾവിങ് ഉണ്ടാവില്ല. അത് ടൈം വേസ്റ്റ് ചെയ്യുന്ന തന്നെ നമ്മൾ ആ മെത്തേഡ് യൂസ് ചെയ്യുന്നില്ല. അതിനൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സോൾവിങ് ആണ് നമ്മുടെ ഈ വീഡിയോ ചാനൽ. അതിനു വേണ്ടി തന്നെയാണ് ഇത് നടത്തുന്നത്. പെട്ടെന്ന് ടൈം സേവ് ചെയ്യുന്ന സോൾവിങ് ആണ് നമ്മൾ എപ്പോഴും പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്കറിയാം 1/4 and 1/6 ആണെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 6:4 എന്ന റേഷ്യോയിൽ എഴുതാം. അതായത് ഇവിടെ 1/6 ആണ്, ഇതിനെ നേരെ തിരിച്ചിങ്ങോട്ട് ഇട്ടു. 1/4 അപ്പുറത്തേക്ക് ഇട്ടു. 6:4 ആയിരിക്കും രാജുവും രാമുവും തമ്മിലുള്ള റേഷ്യോ 6:4 അപ്പോൾ ഈ റേഷ്യോന്റെ ടോട്ടൽ എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട് 6:4. അതായത് 6ഉം 4ഉം കൂട്ടിയാൽ 10 യൂണിറ്റ്സ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 600 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ടോട്ടൽ 10 യൂണിറ്റ്സ് 600 ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 6 - 4 2 യൂണിറ്റ്സ് എത്രയാണെന്ന് കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് 10 യൂണിറ്റ്സ് 600 ആണെങ്കിൽ 1 യൂണിറ്റ് വിൽ ബി 60. അങ്ങനെയാണെങ്കിൽ 2 യൂണിറ്റ് വിൽ ബി ₹120. 2 × 60 120. അവർ ഓപ്ഷൻ ഡി ഈസ് അവർ റൈറ്റ് ആൻസർ. നമ്മൾ ഈ റേഷ്യോ മെത്തേഡ് വെച്ചിട്ട്, അതായത് 1/4 1/6 റേഷ്യോ ആണെങ്കിൽ അതിനെ നമ്മൾ തലതിരിച്ച് 6:4 റേഷ്യോ ആക്കി മാറ്റി. ടോട്ടൽ യൂണിറ്റ്സ് 10 ആണെങ്കിൽ അതിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട് 600. നമുക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണേണ്ടത്. 6 - 4 2 യൂണിറ്റ്സ്. നമ്മളിവിടെ ഒരു യൂണിറ്റ് 60 ആണെന്ന് കിട്ടി, 2 യൂണിറ്റ് 120 ആണെന്ന് കണ്ടു. നമ്മൾ ഉത്തരം കണ്ടെത്തി. അപ്പോൾ നമ്മൾ ഒരുപാട് റേഷ്യോ മെത്തേഡ്സ് വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് ചെയ്തു. പിന്നെ ഏരിയന്റെ പ്രോബ്ലംസ് ചെയ്തു. ഈ 2015 അസിസ്റ്റന്റ് ഗ്രേഡ് എക്സാമിലെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. സോൾവ് ചെയ്ത മെത്തേഡ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ല എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെയുള്ള കമന്റ്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക, ആൻഡ് click the bell icon also. So thank you for watching our videos. We'll see you again in the next video. Goodbye. Take care.